എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം രാജനഗരിയായ തൃപ്പൂണിത്തുറയിലാണ്. ഇന്നിവിടെ അത്തം ഘോഷയാത്ര നടക്കുകയാണ്. അത്തത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1947 രാജഭരണ കാലത്ത് രാജാവ് സ്വന്തം പ്രജകളെ കാണാൻ എഴുന്നള്ളിയ ദിവസമായിരുന്നു അത്തം ഘോഷയാത്ര. തുടർന്ന് തിരുക്കൊച്ചി ഫോർമേഷന് ശേഷം 1949 അത്തം ഘോഷയാത്ര നിർത്തലാക്കുകയും ചെയ്തു. പിന്നീട് 1961 കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അത്തച്ചമയ ഘോഷയാത്ര പിന്നെയും പുനരാരംഭിച്ചത്. അത് ഇന്ന് 2020 അതിഗംഭീരമായി നടത്തി. കിഴക്കിഴക്കേ കോട്ടവാതിൽക്കൽ അത്തം നാൾ വെളുവെളുക്കേ വിളക്കു വയ്ക്കുമ്പം. കിഴക്കിഴക്കേ കോട്ടവാതിൽക്കൽ അത്തം നാൾ വെളുവെളുക്കേ വിളക്കു വയ്ക്കുമ്പം. ഉടുക്കു പൊട്ടി പാട്ടുപാടും പാട്ടുകാരേ, പുലികളിക്കാരേ, മാട്ടിക്കാരേ, നിങ്ങൾ നെട്ടൂർ തങ്ങളെ ചെമ്പിലരയനെ കത്താനാരെ കണ്ടോ? അത്തച്ചമയത്തുടക്കം കണ്ടോ? കിഴക്കിഴക്കേ കോട്ടവാതിൽക്കൽ അത്തം നാൾ വെളുവെളുക്കേ വിളക്കു വയ്ക്കുമ്പം. രാജകീയമാം നഗരവീഥിയിൽ അത്തപ്പതാക പറന്നേ, തിരുവത്തം നാളിൽ തിരുവോണത്തിൽ തൃപ്പൂണിത്തുറയുണർന്നേ. കേരളത്തിൻ ഉത്സവത്തുടക്കമായേ പാദപപ പാദപപ മപമഗരി പാദപപ പാദപപ മപമഗരി സഗരി ഗമ പദപസ സഗരി ഗമ പദപരി സാനിദ പാദപസ. കേരളത്തിൻ ഉത്സവത്തുടക്കമായേ കച്ചേരി തുടങ്ങി, താളവാദ്യം മുഴങ്ങി, പഞ്ചവാദ്യ സതിരു തുടങ്ങി. കിഴക്കിഴക്കേ കോട്ടവാതിൽക്കൽ അത്തം നാൾ വെളുവെളുക്കേ വിളക്കു വയ്ക്കുമ്പം. തൃക്കാക്കരയിൽ ഓണവില്ലുണ്ടേ, വാമനാവതാരമാണേ. തിരുവോണപ്പൂക്കളെ നീളെ വിടരുവിൻ, നഗരവാദ്യ വീജികൾ മുഴങ്ങി നിൽപ്പൂ. മധുരിതമാമോണപ്പാലട കാലമായേ, മധുരിതമാമോണപ്പാലട കാലമായേ. നടനവേദി ഒരുങ്ങി, അരങ്ങൊരുങ്ങി, പരമ്പരയുടെ ഓണമായി. ഘോഷയാത്ര ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രേക്ഷകരുടെ കുറച്ച് അഭിപ്രായങ്ങളിലേക്ക് പോവാം. എന്താണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇത്തവണ അത്തച്ചമയത്തിനെ പറ്റി പറയാനുള്ളത്? അത്തച്ചമയത്തിനെ പറ്റി ഇപ്രാവശ്യം ഞാൻ കുറെ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഒരുപാട് ഇപ്പം ഇതിനു മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5-6 വർഷമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് എനിക്ക് തോന്നുന്നു കോവിഡിനൊക്കെ മുന്നേ ആയിരുന്നു ഇത്രയും കൂടി ബെറ്റർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ബെറ്റർ ആയിരുന്നല്ല, അടിപൊളിയായിരുന്നു. എന്താണ് അങ്ങനെ എന്ന് വെച്ചാൽ ഐറ്റംസ് ആയാലും ഇപ്പം ഒരു കോമ്പറ്റീഷൻ എന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഒരു ഫീലൊന്നും കിട്ടണല്ലോ. കോമ്പറ്റീഷനൊന്നും ഫീൽ ചെയ്യണില്ല ശരിക്കും. എല്ലാവരും ഓൾമോസ്റ്റ് സെയിം പോലുള്ള തീമും അങ്ങനെ കാര്യങ്ങളും ഒരു ഫീലിംഗ് വന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞ സംഭവം. എല്ലാ വർഷം ചെല്ലുന്തോറും ഇതിന്റെ ആ ഒരു കലാമൂല്യമൊക്കെ കുറഞ്ഞു വരാണ്. എല്ലാത്തിന്റെ എണ്ണവും കുറഞ്ഞു വന്ന് എല്ലാം കുറഞ്ഞേ വന്നുള്ളൂ. ഒന്നും ഇമ്പ്രൂവ് ആയിട്ട് തോന്നണില്ല. അപ്പോൾ കഴിഞ്ഞ പോലെ കണ്ടപ്പോൾ വിചാരിച്ച അപ്പോൾ ഈ കൊല്ലം ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യായിരിക്കും. കഴിഞ്ഞ പോലെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വിചാരിച്ച് വന്ന ആ എക്സ്പെക്ടേഷനിലാണ് വന്നത്. പക്ഷെ ഒരു രക്ഷ ഉണ്ടായില്ല. മൊത്തത്തിൽ ശോകമായിരുന്നു. ഇടയ്ക്ക് അഡ്രിനാലിൻ റൈസർ എന്നൊക്കെ പറയണ പോലെ രണ്ട് മേളം ഉണ്ടായിരുന്നു.
ആ ഒരു സംഭവം തമ്പോലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് വേറൊരു ഫീൽ തന്നെ ഒരു സംഭവം അതിനകത്ത് ഉണ്ടായില്ല. ഒരു എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായില്ല. നമുക്ക് മറ്റുള്ള കുറച്ച് ആളുകളുടെ അഭിപ്രായത്തിലേക്ക് പോകാം. അത്തച്ചമയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത്തവണത്തെ അത്തച്ചമയത്തിനെ ഞാൻ പറഞ്ഞില്ല കൊള്ളാം. എന്താ കുറവാണ്, നേരത്തേനേക്കാളും കുറവാ, കുറഞ്ഞു വന്നോണ്ടിരിക്കാൻ തോന്നുന്നത്. വലിയ അധികം ഇതൊന്നുമില്ല, ടാബ്ലോ കുറവാണ്. കുറഞ്ഞോണ്ടിരിക്കുക. ഏകദേശം എത്ര വർഷമായി ഉണ്ടാവും അത്തച്ചമയം കാണാൻ തുടങ്ങിയിട്ട്? 1972 തുടങ്ങി ഞാൻ സ്ഥിരമായിട്ട് കാണും. അതിനുശേഷം ഇത് അത്താഘോഷമായിരുന്നു. അത്തച്ചമയം 1960 തീർന്നു. അതിനുശേഷം ജനകീയ സമിതിയാണ് അത്താഘോഷമായിട്ട് മാറ്റിയത്. ഈ കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് ഹിൽ പാലസിൽ നിന്ന് തൃപ്പൂണിത്തുറ അമ്പലത്തിലേക്ക് വരുന്നതായിരുന്നു അത്തച്ചമയം. ആ ചമയം നിന്നു. രാജഭരണം അവസാനിച്ചതോടുകൂടി ചമയം നിന്നു. പിന്നെ അത് അത്താഘോഷമായി. 1960 നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അത്താഘോഷം എന്ന പേരിൽ ഇന്നൊരു ആഘോഷം തുടങ്ങി. അത് 1980 വരെ നാട്ടുകാരാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ആളുകളെല്ലാവരും കൂടി കഴിഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. 1980 തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി രൂപീകരിച്ച് പിന്നെ അത് മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ട്. പിന്നെ ആ അത്താഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ അത്തച്ചമയം വെച്ച് നോക്കണേ ഇപ്പോഴത്തേത് എങ്ങനെയാണ്? ഓരോ വർഷം അത് കൂടി വരുവാണോ അതോ കുറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഈ നിശ്ചല ദൃശ്യാവതരണം ഉണ്ടല്ലോ, ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവതരണങ്ങൾ കുറഞ്ഞു. ഒന്നാമത് കലാകാരന്മാരില്ല, അപ്പോൾ പ്രവർത്തിക്കാൻ ആൾക്കാരല്ലേ. സാമ്പത്തികമാണ് എല്ലാത്തിനും മെയിനായിട്ടുള്ള പ്രശ്നം. അതാണ്. ഇത്തവണത്തെ അത്തച്ചമയം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണത്തെ ഈ കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് ഇത്തവണ കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വളരെ ശുഷ്കിച്ച നിശ്ചല അവതരണമായിരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കലാവിഭാഗം കൺവീനറായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള അത്താഘോഷ കമ്മിറ്റിയിൽ ജനകീയ സമിതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതാ പറയാൻ കാരണം. ഇനി നമുക്കിതൊരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നടത്താനുള്ള എന്തെങ്കിലും സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കലാകാരന്മാർ മുന്നോട്ട് വരണം. അത് തന്നെ കലാകാരന്മാർ വിചാരിച്ചിട്ട് നടക്കുള്ളൂ. അതായത് ഈ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമാണ്. ഈ നമ്മൾ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ഇവർ കൊടുക്കുന്നതായ എമൗണ്ട് വളരെ കുറഞ്ഞു പോകും. നഗരസഭയുടെ കഴിഞ്ഞ വർഷം പിന്നെ മഴയായിരുന്നു. ആ മഴ കൊണ്ട് കാലാവസ്ഥ ഇതിപ്പോൾ ഈ ഇന്നത്തെ കാലാവസ്ഥ അല്ല, കോവിഡിൻ്റെ അല്ല. ഈ കഴിഞ്ഞ വർഷം മഴ പെയ്തു കുറച്ച്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്താഘോഷം ഗ്രൗണ്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി സ്റ്റാച്യു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാർ അവരുടെ വഴിക്ക് അങ്ങ് പോകാൻ തുടങ്ങി. എത്ര ഗ്യാപ്പിട്ടാ പോയെന്നറിയാമോ? സുഖമായി വോളണ്ടിയേഴ്സ് ഇല്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നല്ല വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് പോയാൽ ഇതിപ്പോൾ ഇവിടെ വരുമ്പോൾ 10:30 തുടങ്ങിയ സാധനം 11 മണിക്കാണ് ഈ നമ്മുടെ കടയുടെ ഉമ്മർത്ത് വരുന്നത്. തിരിച്ചു വന്നേക്കണം 2 മണിക്കാണ്. ഇത് അതിന് മുമ്പായിട്ട് വരാം. ഇത് വോളണ്ടിയേഴ്സ് കൃത്യമായി കോർഡിനേഷൻ വളരെ മോശം. അതായത് ഇതിൻ്റെ കൗൺസിലർമാർ മുൻവശത്ത് പതാകയും പിടിച്ച് അങ്ങ് കയറിപ്പോകും. വോളണ്ടിയേഴ്സ് ഇല്ല, നിയന്ത്രിക്കാനാണില്ല. നിയന്ത്രിച്ച് അത് ഓരോന്ന് സമയാസമയങ്ങളിൽ അങ്ങ് വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല, ഡിലേ ഇല്ലാണ്ട് പോകും. ഇത് വളരെ ഡിലേ ഇതേണ്ട. ഇതിപ്പോൾ തന്നെ ഉള്ളൂ, അടുത്ത തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഈ തൃപ്പൂണിത്തുറ മുഴുവൻ വടക്കേക്കോട്ടവാതിൽ കറങ്ങി ചെയ്ത് പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിൽ വന്ന് സ്റ്റാച്യു ജംഗ്ഷനിൽ വന്നിട്ട് തിരിച്ച് ബോയ്സ് സ്കൂളിൽ ചെന്ന് കയറണം. നല്ല വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, അത് നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നു. കൃത്യമായിട്ട് പോയായിരുന്നു. കുറേ കലാരൂപങ്ങളെ നിരത്തി വെച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നല്ല ബെറ്ററായിരുന്നു. ബെറ്ററാകാൻ അതിന് ചോദിക്കാം. അതിന് അടുത്ത് വരുന്ന ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം തീരാറായി. ഇപ്പോൾ അടുത്ത മുനിസിപ്പൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മുനിസിപ്പൽ കമ്മിറ്റി വന്നിട്ട് വേണം അടുത്ത ആഘോഷം. ഇത് കേവലം തൃപ്പൂണിത്തുറയുടെ മാത്രം ആഘോഷമല്ല, മറിച്ച് കേരളീയ ജനതയുടെ മൊത്തം ഓണാഘോഷം തുടങ്ങുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ഈ അത്തച്ചമയത്തിന് ചെണ്ടോട്ടാനായിട്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്, പണ്ടത്തെ അത്തച്ചമയം ഇപ്പോഴത്തെ അത്തച്ചമയത്തിനെ പറ്റി ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് പറയാം. 10 വർഷത്തിന് മേലെയായി പരിപാടിക്ക് വന്ന്. അന്നൊക്കെ അത്തച്ചമയം എന്ന് പറഞ്ഞാൽ ഇതിനും ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാലും ഇപ്പം അതിൻ്റെ ഒരു മോടി കുറയാണ്ട് ഇപ്പോഴും ഈ സംഘാടകർ നടത്താനുണ്ട്. നല്ല രീതിക്ക് തന്നെ പരിപാടികൾ പോകുന്നുണ്ട്. ഇപ്പം 2-3 വർഷമായിട്ട് മഴയാണ് ഇല്ലാത്ത സമയത്തിന്. പക്ഷെ ഈ വർഷം എന്ത് ഭാഗ്യം കൊണ്ട് വെയിലായി, പരിപാടിയൊക്കെ ഭംഗിയായിട്ടുണ്ട്. പണ്ടത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഓർമ്മയിലുള്ള ഒരു അത്തച്ചമയത്തിനെ പറ്റി? പണ്ടൊക്കെ നമുക്ക് ഈ ആനകളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു.
അതൊന്നും ഇപ്പൊ ഇല്ല. ഈ ചൂട് കൂടിയനുസരിച്ച് എല്ലാ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആനകൾ ഒരു പ്രധാന ഘടകമാണ്. പണ്ട് ആദ്യമേ ആ വന്നത് ഒരു പഞ്ചവാദ്യവും 3 ആനപ്പുറത്താണ് വന്നത് അവിടെ. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ഇപ്പൊ പണ്ടത്തെ അത്തച്ചമയം. ഇപ്പൊ അതില്ല, കുറച്ചും കൂടി മൂടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവര് തീരെ താഴ്ത്താണ്ട് പരിപാടികൾ ഗംഭീരമാക്കുന്നുണ്ട്. ഏകദേശം എത്ര വർഷമായിട്ട് അത്തച്ചമയം കാണുന്നു? ഞാനൊരു 10 വർഷമായിട്ട് അത്തച്ചമയം എല്ലാ വർഷവും കൂടുന്നു, മുടങ്ങാതെ കൂടിയിട്ടുണ്ട്. ഒരു 2018 ശേഷം ഏറ്റവും നല്ല രീതിയിൽ നടന്നൊരു അത്തച്ചമയമാണ് ഇന്ന് നടന്നത്. കാരണം നല്ല കാലാവസ്ഥ നല്ലതായിരുന്നു. കഴിഞ്ഞ വർഷം നല്ല വെയിലായിട്ട് വന്നു. പക്ഷെ അന്നേരം ഈ വയനാട് ദുരന്തമൊക്കെ വന്ന കാരണം കുറച്ചുകൂടെ ശോഭ എടുത്ത് ഇപ്രാവശ്യം നല്ല ഭംഗിയായിരുന്നു. ആൾക്കാരും വരാനും കാണാനും ഒക്കെ സൗകര്യം കിട്ടി. അതെ 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 ഒരു 10 വർഷം 4-5 വർഷമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടന്ന അത്തച്ചമയമായിരുന്നു ഘോഷയാത്രയും. അതെ അതെ, കോവിഡിന് ശേഷം പിന്നെ പ്രളയം ഉണ്ടായപ്പോഴാണ് അതിനുശേഷം നടന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ആൾക്കാർ കാണാനും വരാനും പോകാനും നല്ല കാലാവസ്ഥയില്ലായിരുന്നു. മഴയില്ലാത്ത തന്നെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. പിന്നെ ഒരുപാട് പുതിയ ഒരുപാട് പ്രോഗ്രാമുകളുണ്ടായിരുന്നു. നല്ല വെറൈറ്റികൾ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് ജനങ്ങൾക്ക് കാണാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഇതിലേക്ക് അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതായിരുന്നു. അതെ 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 നല്ലതായിട്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്നിരുന്നാലും തൃപ്പൂണിത്തുറക്കാരുടെ ഒരു വികാരം തന്നെയാണ് അത്തച്ചമയം. എല്ലാവർക്കും ഓണാശംസകൾ.